നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് ഇൻ്റർവ്യൂസുകൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാവും പല ചാനലുകളിൽ. അതിലൊന്നും പറയാത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ഉം, ഈ കുറേ നാളുകളായിട്ട് ഇപ്പോൾ അർമേനിയ, തായ്വാൻ ആ യാത്രകളൊക്കെ ഒരുപാട് എന്താ പറയുക, എപ്പോഴും രാത്രി വളരെ വൈകി വന്ന് ഭയങ്കര ടയേർഡായി. ആ സമയം നമ്മുടെ പ്രോഗ്രാം ഗുരുവായൂരത്തെ ഒരു എന്താ പറയുക, ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരുന്നു ശരിക്കും ഈ ദിവസങ്ങളിലൊക്കെ. അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് നമ്മുടെ സുനിലേട്ടൻ്റെ പുതിയ ചാനലിൻ്റെ പരിപാടി, ലാലേട്ടൻ്റെ പ്രോഗ്രാം, അങ്ങനെ എറണാകുളത്തേക്ക് യാത്രകൾ, അങ്ങനെ പിന്നെ പാലക്കാട് പ്രോഗ്രാം, അങ്ങനെ ഭയങ്കര ടൈറ്റ് എന്താ പറയുക പ്രോഗ്രാമിൻ്റെ ഒരു സമയത്താണ് ഭഗവാന്റെ മെസ്സേജുകൾ വന്നു തുടങ്ങിയത്. ആ സമയത്ത് തിരുവനന്തപുരം പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോകണം. എനിക്കാണെങ്കിൽ ഒരുപാട് കോളുകളും മെസ്സേജുകളും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിലത്തെ വർക്ക്, വീട്ടിലത്തെ കാര്യം, അങ്ങനെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായി. എനിക്കാണെങ്കിൽ ഈ മെസ്സേജ് ഡീകോഡ് ചെയ്യാൻ പറ്റാണ്ട് ഭയങ്കര വല്ലാത്തൊരു വിമിഷ്ടമായുള്ള ദിവസങ്ങളിലൂടെ കടന്നുപോയത്. കാരണം അത് കുറച്ച് നേരം ഇരിക്കണം. ആ ഇരിക്കാനുള്ള സമയമാണെങ്കിൽ കിട്ടണമില്ല. നമ്മളങ്ങനെ നിറയെ മെസ്സേജുകളും കാര്യങ്ങളും ഈ വർക്കുകളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഭഗവാന്റെ ഡ്യൂട്ടിയിൽ ഇറങ്ങിയിട്ട് അതിലെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഞാൻ പറയില്ല, പറയാനും പാടില്ല. കാരണം ഇതെൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെസ്സേജ് ഡീകോഡ് ചെയ്യാനുള്ള ആ ഒരു ടൈം കിട്ടാണ്ടായപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എനിക്ക് തിരുവനന്തപുരത്തേക്ക് യാത്ര പോകേണ്ട സമയം, ഞാൻ ഫുള്ളായിട്ട് ഇതിലിരിക്കാൻ പോവുകയാണ്. 2 ദിവസം ഞാൻ ലീവ് എടുത്തു. അങ്ങനെ 4 ക്യാഷ് ലീവ് ഉണ്ടായിരുന്നു. 2 ദിവസം ക്യാഷ് ലീവ് എടുത്തു. ഞാൻ ഫുള്ളായിട്ട് അതിലിരിക്കാൻ പോവുകയാണ്. എനിക്ക് ഡീകോഡ് ചെയ്ത് കിട്ടണം, ഈ മെസ്സേജ് കിട്ടണം. അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഈ ദിവസങ്ങളിൽ ഇനി ഒന്നും ഞാൻ ആൾക്കാരുടെ മെസ്സേജുകളോ കാര്യങ്ങളോ നോക്കില്ല. അത് അങ്ങടെ അടുത്തെത്തി എന്ന് തന്നെ വിചാരിച്ച് എനിക്ക് മെസ്സേജ് അയക്കണ ആൾക്കാർക്കും അവരുടെ പ്രശ്നങ്ങൾക്കും അങ്ങടെ ഒരു കയ്യൊപ്പ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഭഗവാന്റെ മെസ്സേജിൽ 2 ദിവസം ഫുള്ളായിട്ട് ഇരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയത്. പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് പോയി. അപ്പം ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്ത, വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത, ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മെസ്സേജ് ചെയ്ത ആൾക്കാർ ആരും വിഷമിക്കണ്ട. ഞാൻ നോക്കിയില്ല എന്ന് വിചാരിച്ചിട്ട്. കാരണം ഞാൻ ഭഗവാന്റെ മുമ്പിൽ ആ പ്രാർത്ഥന വെച്ചിട്ടാണ് ഭഗവാന്റെ ആ ഡീകോഡ് ചെയ്യാനിരുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും ഭഗവാൻ സഹായിച്ചിട്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ടൈറ്റ് ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞത് മാത്രം. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് പറയാറില്ല, പറയാനും പാടുമില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് എൻ്റെ മെസ്സേജ് കണ്ടില്ല എന്ന് വിഷമിച്ചിരിക്കണമെങ്കിൽ വിഷമിക്കണ്ട. അത് ഞാൻ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ അത് പറഞ്ഞത് മാത്രം. അത് കഴിഞ്ഞാണ് ഞാൻ തിരുവനന്തപുരത്ത് പോകണം. ശരിക്കും ആ തിരുവനന്തപുരത്ത് വെച്ചിട്ട് എൻ്റെ ഇനിയുള്ള ഷെഡ്യൂൾ ശരിക്കും ഡിസംബറിൽ ഉണ്ടായിരുന്നത് ദുബായ് പ്രോഗ്രാമായിരുന്നു. അതിനു മുമ്പ് ഡിസംബറിൽ ആദ്യത്തിൽ സിംഗപ്പൂർ താവോയിസ്റ്റിൻ്റെ പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുക, അപ്പോൾ മലേഷ്യയിലേക്ക് ഒരു യാത്ര ചെയ്യുക, പിന്നെ ദുബായ് യാത്ര. ദുബായിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മുടെ ദുബായിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ആൾക്കാരും ആവേശത്തോടു കൂടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര്. നമ്മുടെ കിഷോർപേട്ടനും സുജിത്തും ജീവനും അജിത്തും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഈ മെസ്സേജ് കിട്ടാണ്ട് പൂർണ്ണമാവാണ്ട് എനിക്കൊരു ഉത്തരം കൊടുക്കാൻ പറ്റാണ്ടേ. കാരണം ഇതിലെന്തോ ഉണ്ട് മെസ്സേജിൽ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ അവരോടൊക്കെ പറയാമെന്ന് പറഞ്ഞ് നീട്ടിപ്പോയായിരുന്നു. അതിൻ്റെ ഒരു ഫാമിലിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ദുബായി വരാൻ. അവരുടെ വെക്കേഷൻ സ്കൂളിൽ പോട്ടുള്ള സമയത്ത്. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു 5 ദിവസം അവരെയും കൊണ്ട് പോവാം ഫസ്റ്റ്. എന്നിട്ട് അവരെ കാര്യങ്ങൾ അതൊക്കെ കാണിച്ചു കൊടുത്ത് അവർ തിരിച്ചയച്ചിട്ട് നമ്മുടെ അവിടുത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാമെന്ന്. അപ്പോൾ അവിടെ വലിയൊരു പ്രോഗ്രാമായിട്ടാണ് എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അബുദാബി അമ്പലത്തിൽ ചെയ്യാം, അവിടുത്തെ അമ്പലത്തിൽ ചെയ്യാമെന്നൊക്കെ. പക്ഷെ എനിക്കൊരു ഉത്തരം പറയാൻ പറ്റാണ്ടേ. കാരണം ഇതിലെന്തോ ഉണ്ട് എന്നൊരു ഫീലിംഗ് വന്നിട്ടുണ്ട്. അത് കാരണം ഞാൻ നീട്ടിപ്പോയി. അവസാനം നമ്മുടെ കൃഷ്ണൂർപേട്ട ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു അവിടെ വെച്ച് കാണാം. ഞാൻ പറഞ്ഞു അവിടെ എത്തുമ്പോൾ ഞാനൊരു ഉത്തരം പറയാം, അതുവരെ എനിക്ക് ടൈം തരണം എന്ന് പറഞ്ഞു. എനിക്ക് ആ ഉത്തരം കിട്ടി ഭഗവാൻ. എന്നിട്ട് തന്നെ തിരുവനന്തപുരത്ത് പോയാൽ അവിടെ വന്നപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു, അത് ഭഗവാൻ എനിക്ക് തന്ന മെസ്സേജ് പറഞ്ഞു, ഞാൻ ദുബായിലേക്ക് ഇപ്പോൾ വരുന്നില്ല, കുറച്ച് നാളത്തേക്ക് വിദേശയാത്ര വേണ്ട എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ദൗത്യത്തിൽ കൂടുതൽ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആ ചെയ്യണ കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അതിനോട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുക. തൽക്കാലം വിദേശയാത്ര, അപ്പോൾ സിംഗപ്പൂർ യാത്രയും മറ്റേ ദുബായ് യാത്രയും തൽക്കാലം
മലേഷ്യ യാത്ര മാറ്റി വെക്കുകയാണെന്ന് കൃഷ്ണപ്രഭു പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞ മെസ്സേജിൽ നമുക്ക് ഉത്തരേന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ചില പൂജകൾ ചെയ്യാനുണ്ട്. അഗ്നിയാഗത്തിന് മുമ്പ് പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളിൽ 4 സിറ്റികളിൽ വളരെ ഇമ്പോർട്ടായ ഒരു മുരുക പൂജ ചെയ്യാനുണ്ട്. അത് ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആദ്യങ്ങളായിട്ട് തീർക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ കൃഷ്ണപ്രഭുവിനോട് പറഞ്ഞു. അതുകാരണം ദുബായ് യാത്രയ്ക്ക് ഞാൻ ഇപ്പോൾ വരില്ലാന്നും എല്ലാവരും ആ പരിപാടികൾക്ക് എത്താൻ പറ്റുന്ന ആൾക്കാർ എത്തണം എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾക്ക് വരുന്നത്. അതെന്താ വെച്ചാൽ ഈ 4 നഗരങ്ങളിൽ അഗ്നിയാഗത്തിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട പൂജ ഡിസംബർ, ജനുവരി, ഒരുപക്ഷെ ഫെബ്രുവരി ആദ്യമായിട്ട് നടത്തണം. ഈ 4 നഗരങ്ങൾ ഏതാണെന്നുള്ളത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാവും. കാരണം ഞാനിത് കിട്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് പോണത്. കൃഷ്ണപ്രഭു പറഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ഉണ്ടായ ചില സംഭവങ്ങളായിട്ട് കൂട്ടി വഹിക്കുമ്പോഴാണ് അതിന് ഇമ്പോർട്ടൻറ്റ്. 1 ഡൽഹി, 2 അയോധ്യ, 3 ഉജ്ജയിൻ, 4 തിരുപ്പതി. ഈ 4 സ്ഥലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മുരുക പൂജ നമ്മൾ അഗ്നിയാഗത്തിന് മുമ്പ് ചെയ്യണം. അത് എന്താ പറയുക, അതിന് ഏത് ഡേറ്റാന്നുള്ള കാര്യം, ആ പൂജകളെ എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്നുള്ള കാര്യം ഞാൻ ഇനിയുള്ള ദിവസം അടുത്ത ആഴ്ചയായിട്ടുള്ള വീഡിയോയിൽ പറയാം. കാരണം ഉജ്ജയിൻ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. നമുക്ക് വളരെയധികം ബന്ധങ്ങളുള്ള സ്ഥലമാണ്. അസ്താ ഗുരുക്കളും നമ്മളായിട്ട് വളരെ സഹകരിച്ച് ചെയ്യണതാണ്. അപ്പോൾ അവരോട് സഹകരിച്ച് നമുക്ക് ഉജ്ജയിലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അയോധ്യയിലും ഡൽഹിയിലും തിരുപ്പതിയിലും എന്നെ സംബന്ധിച്ച് വലിയ ബന്ധങ്ങളില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയോധ്യയിലും ഡൽഹിയിലും തിരുപ്പതിയിലും എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ LMRKയുടെ അഡ്മിൻ ടീമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് പറയണം. അത് കഴിഞ്ഞിട്ട് വേണം ഡേറ്റുകൾ ഫിക്സ് ചെയ്യാൻ. അതിൻ്റെ ഓർഡറും ഉണ്ട്. ആദ്യം അയോധ്യയിലാണ് ചെയ്യേണ്ടത്. 2 ഇത് ഭഗവാന്റെ പറഞ്ഞിട്ടുള്ള ഓർഡറാണ്. അയോധ്യയിലാണ് ചെയ്യേണ്ടത്. 2 ഉജ്ജയിനിലാണ് ചെയ്യേണ്ടത്. 3 തിരുപ്പതിയിലാണ് ചെയ്യേണ്ടത്. ഏറ്റവും അവസാനം ഡൽഹിയിലാണ് ചെയ്യേണ്ടത്. ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മളൊരു ലോക മെഡിറ്റേഷനും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ഈ 4 നഗരങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പവർഫുള്ളായ ഒരു മുരുക പൂജ ചെയ്യണം അഗ്നിയാഗത്തിന് മുമ്പ്. ഞാൻ പറഞ്ഞിരുന്നു, ഭാരതവും ഡീപ് സ്റ്റേറ്റും മുരുകവാനും ഡീപ് സ്റ്റേറ്റും തമ്മിലുള്ള ഇതുണ്ടാവും. മെയ് 1 വരെ ഭാരതത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. മുരുകവാൻ്റെ അനുഗ്രഹത്താൽ അതൊക്കെ ക്ലിയർ ചെയ്ത് പോവും. അപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഉണ്ടായ ചില സംഭവങ്ങളൊക്കെ. വലിയൊരു സാധനം പ്ലാൻ ചെയ്തിട്ട് അതിലേക്ക് എത്താണ്ട് ചെറിയൊരു ഇതിലേക്ക് മാറിപ്പോയി. ഇനി അതുപോലെ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ജനുവരി ഇതിനെന്താ വെച്ചാൽ ഡീപ് സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഇതൊക്കെ എപ്പോഴും ലാഭക്കച്ചവടമാണ്. കാരണം ഒന്നുകിൽ ഭാരതത്തിനുള്ളിൽ ഒരു ആഭ്യന്തര കലം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭാരതത്തിന് യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് അങ്ങനെ ഭാരതത്തിലെ സാമ്പത്തികം തകർത്ത് അവരുടെ കീഴിൽ കൊണ്ടുവരാൻ പറ്റും. അവരെപ്പോഴും സേഫ് പൊസിഷനിലാണ് ഇരിക്കേണ്ടായിരുന്നത്. അത് മാറണം. അവരുടെ മർമ്മത്ത് മുരുകവാൻ പഴനിയാണ്ടവൻ അടി കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മെയ് 1 കൂടിയിട്ട് ജനുവരി തൊട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് എന്തായാലും കാണാൻ പറ്റും. അവർക്ക് അങ്ങോട്ട് അടി കിട്ടണ കഥകളും കാര്യങ്ങളൊക്കെ, സംഭവങ്ങളും വാർത്തകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയി 4 നഗരങ്ങളിൽ മുരുക പൂജ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം, പഴനിയാണ്ടവൻ്റെ അനുഗ്രഹം ഭാരതത്തിന് പവർഫുള്ളായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ആലോചിക്കുക, 4 നഗരങ്ങളിലാണ് ഓർഡർ ഉണ്ട്. അയോധ്യ, ഉജ്ജയിൻ, തിരുപ്പതി, ഡൽഹി. അത് ഡിസംബർ അവസാനം, ജനുവരി, ഫെബ്രുവരി. കാരണം ജനുവരി 16, 17, 18 നമ്മുടെ ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ അന്താരാഷ്ട്ര മുരുക സമ്മേളനം ഉണ്ട് തിരുവനന്തപുരത്ത്. അവിടെ എന്നെ അതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ട്. 3 ദിവസം ഞാൻ അവിടെ ഉണ്ടാവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവണം. അല്ലാത്ത ദിവസങ്ങളിൽ നോക്കിയിട്ട് ഈ 4 പൂജകൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യും. അതുകൊണ്ട് എൻ്റെ യാത്രകളൊക്കെ ഭഗവാന്റെ ഡയറക്ഷനിൽ സിംഗപ്പൂർ, മലേഷ്യ, ദുബായ് യാത്രകളൊക്കെ ഞാൻ മാറ്റിവെച്ചു. പൂർണ്ണമായിട്ട് അതിലേക്ക് ഇരിക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ അയോധ്യയിലും തിരുപ്പതി പിന്നെ ഡൽഹി അവിടെ നിങ്ങൾക്കുള്ള എന്തെങ്കിലും
ചെയ്യാൻ പറ്റുകയാണ്, സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അഡ്മിൻ ഗ്രൂപ്പായിട്ട് ചെയ്യുക. ഉജ്ജയിനെ സംബന്ധിച്ച് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റായ കാര്യം ഭഗവാന്റെ പടയാളികളായ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം അഗ്നിയാഗം വരെ, മെയ് 1 വരെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഭഗവാന്റെ സഹായത്തിൽ ജനുവരി തൊട്ട് അടി അങ്ങോട്ട് തുടങ്ങും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡീപ് സ്റ്റേറ്റിനെതിരെയുള്ള അടി. നമുക്കതിൻ്റെ ഭാഗമായിട്ട് ഈ പൂജകളും ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഒപ്പം നിൽക്കണം, തോളോട് തോൾ ചേർന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എല്ലാ സഹായങ്ങളും നിങ്ങളുടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കൊരുമിച്ച് നമ്മുടെ മുരുകന്റെ പടയാളികളായി ഭാരതത്തിന് വേണ്ടി വെറ്റുവേൽ മുരുകനുക്ക് ഹരോഹര. ജയ് പൈനാടവ, ജയ് ഭാരത്. ഓം ശരണഭവായ നമഃ.